കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും ആവർത്തിച്ച് വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ ജനിച്ച ഒരു വ്യക്തി അടുത്ത മരണത്തിൽ കൂടെ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെടുകയാണ്. ആ നീക്കപ്പെടുന്ന ഒരു വ്യക്തി ഒന്നീ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ നിർബന്ധമായിട്ട് പോയേ തീരും. അപ്പോൾ തന്നെ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ അവകാശികളാകേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു മൂലം ഒരു പുനർജനനം സ്നാനം നമുക്ക് ആവശ്യം എന്ന് ഈ വചനം പറയുന്നു. അപ്പോൾ ഒരു സ്നാനം എന്ന് പറയുമ്പോൾ അതൊരു പ്രക്രിയ മാത്രമല്ല, നമ്മുടെ അന്തരാത്മാവിൽ നടക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണെന്ന് നാം അറിയണം. ഈ ദൈവപ്രവൃത്തി ഒരു പുതിയ വിശുദ്ധ ജീവിതത്തെ നമുക്ക് നൽകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ പ്രിയ ദൈവമക്കൾ, തൻ്റെ അടുക്കൽ വന്ന് നിത്യജീവനെക്കുറിച്ച് ചോദിച്ച നിക്കോദോമസിനോട് യേശു പറയുന്നു, പുതുതായി ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കയില്ല എന്ന്. അപ്പോഴവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഒന്നേന്ന് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് എന്നെക്കൊണ്ട് ജനിക്കുവാൻ സാധിക്കുമോ എന്ന്. അപ്പോഴാണ് യേശു പറഞ്ഞത്, അങ്ങനെയല്ല, ഒരു സ്നാനം കൊണ്ട് ഒരു മനുഷ്യന് പുനർജനിക്കുവാൻ കഴിയും എന്നത് ഇവിടെ കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം പുതിയ നിയമത്തിലെ സ്നാനം എന്ന് പറയുമ്പോൾ നാം വെള്ളത്തിലിറങ്ങി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാൽ സ്നാനമേൽക്കുമ്പോൾ, നാം വെള്ളത്തിലിറങ്ങി മുങ്ങുമ്പോൾ, അതിൽ അടക്കപ്പെടുകയും തിരിച്ച് നാം വെള്ളത്തിൽ നിന്ന് എഴിക്കുമ്പോൾ നാം വീണ്ടും ജനിക്കുന്നത് പോലെ ഒരു പ്രക്രിയയാണ് ആ സ്നാനത്തിൽ കൂടെ നാം കാണുന്നത്. അപ്പോൾ നാം മുങ്ങുമ്പോൾ നമ്മുടെ പഴയ പാപ സ്വഭാവങ്ങളെ അങ്ങനെ നാം വെള്ളത്തിനടിയിലേക്ക് നാം കളഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ ജീവിതം പോലെയാണ് വെള്ളത്തിനടിയിൽ നിന്ന് നാം എഴിച്ചു വരുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ഒരു സ്നാനം ഏൽക്കുമ്പോൾ അത് വചനത്താലും വെള്ളത്താലും നാം വീണ്ടും ഒന്നേന്ന് ഒരു ജനനം പ്രാപിക്കുകയാണെന്ന് മറന്നു കളയണ്ട. ആയതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു പ്രാവശ്യം സ്നാനമേൽക്കുകയും വീണ്ടും ഞാൻ ഏറ്റല്ലോ അതുകൊണ്ട് എനിക്കൊരു പുനർജനനമായി ഇനി എങ്ങനെയെങ്കിലും ഇരിക്കാമെന്നല്ല, വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. നാം പാപത്തിനെ നാം മുക്കിക്കളഞ്ഞിട്ട് നാം ജീവിക്കുമ്പോൾ പിന്നീട് നാം കളഞ്ഞ ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പാടില്ല. നാം ജലത്തിലിറങ്ങി സ്നാനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് ഒരു പുനർജനന സ്നാനം ഏറ്റുകൊണ്ട് ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയായി നാം സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, നിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. സ്നാനം ആവശ്യമാണ് എന്നറിഞ്ഞിട്ടും കർത്താവേ, പല രീതികളിൽ അതിനെ മാറ്റി വച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിർബന്ധമായിട്ടും സ്വർഗരാജ്യത്തിൽ വരുവാൻ സാധിക്കത്തില്ല എന്ന് നിൻ്റെ വചനം പറയുമ്പോൾ, ആ വീണ്ടും ജനനത്തിൻ്റെ ഒരു അടയാളമായി നീ കൊടുത്തിരിക്കുന്ന ആ സ്നാനത്തിലൂടെ വെള്ളത്തിൽ ഇറങ്ങി ഞങ്ങൾ സ്നാനമേൽക്കുമ്പോൾ പഴയത് കളഞ്ഞിട്ട് പുതിയത് നാം പുറത്തെടുത്തുകൊണ്ട് പഴയ പാപ സ്വഭാവങ്ങളെ കളഞ്ഞിട്ട് പുതിയൊരു ജീവിതം ജീവിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരും കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.